الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا إن نتبع الهدى معك نتخطف من أرضنا أولم نمكن لهم حرما آمنا يجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഒരേ പോയിന്റിലേക്ക് ആളുകൾ യാത്രക്ക് ഒരുങ്ങുകയും യാത്ര തുടങ്ങി വെക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അതിന് തുല്യമായ മറ്റൊന്ന് ഉണ്ടാവുകയില്ല. മക്കയെന്ന അതുല്യമായ വിശുദ്ധമായ നാട്ടിലേക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരേ മനസ്സും ഒരേ ചിന്തയും ഒരേ ആഗ്രഹവും തേട്ടവുമായി ലക്ഷക്കണക്കിന് മനുഷ്യർ യാത്ര പുറപ്പെടുകയാണ്. മക്ക മറ്റേത് നാടിനേക്കാളും പവിത്രതയുള്ള വിശുദ്ധമായ ഒരു നാടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല നിലക്ക് ആ നാടിനെ ഓർമ്മപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള സമാധാനമുള്ള നാട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ മക്കയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ നാട് അത് മക്കയാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനും റസൂലിനും അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും അധികം ഇഷ്ടമുള്ള നാട് എന്ന് പറഞ്ഞതൊക്കെ ധാരാളമായി അറിഞ്ഞവരാണ്, പഠിച്ചവരാണ് നമ്മൾ. മാത്രവുമല്ല, ആ വിശുദ്ധമായ ഭൂമിയിൽ തിന്മ ചെയ്യുക മാത്രമല്ല, വിശുദ്ധ ഹറമിൻ്റെ പരിധിയിൽ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലും വലിയ കുറ്റമായി, വലിയ ശിക്ഷ കിട്ടാൻ കാരണമായിട്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുരിദ ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഏതെങ്കിലും ഇറക്കുള്ള ഒരു തെറ്റായ കാര്യം, ഒരു അക്രമം, അതല്ലെങ്കിൽ ധർമ്മത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് ആ മണ്ണിൽ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ ഞാൻ അവനെ ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, അവിടെ വെച്ച് കളഞ്ഞ് കിട്ടുന്ന, വീണ് കിട്ടുന്ന ഒരു വസ്തു പോലും ആ വസ്തു കിട്ടിയിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തി അതിൻ്റെ ഉടമയാരാണോ അയാളെ കണ്ടെത്തി അയാളിലേക്ക് ഇത് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അല്ലാതെ വീണ് കിട്ടിയ ഒരു വസ്തു പോലും ആ ഹറമിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരിക്കലും തൻ്റെ കൈകളിൽ ആയുധമേന്തി ആ മണ്ണിലേക്ക് യാത്ര പുറപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ധാരാളം പ്രത്യേകതയുള്ള, പവിത്രതയുള്ള, വിശുദ്ധിയുള്ള ഒരു നാടാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ മക്ക എന്ന് പറയുന്ന പ്രദേശം. സഹോദരങ്ങളെ, ആ മക്കയുമായി ബന്ധപ്പെട്ട ഒരു 2-3 ആയത്തുകളും ആ ആയത്തുകൾ അടങ്ങുന്ന ആശയവും അത് നമുക്ക് നൽകേണ്ട ഒരു തിരിച്ചറിവും മാത്രമാണ് ഇന്നത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയ പത്നി ഹാജറയെയും തൻ്റെ പൊന്നുമകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആ കഅബാലയത്തിൻ്റെ അസ്ഥിവാരമുള്ള ആ ചാരത്ത് മക്കയിൽ കൊണ്ടുപോയി ആക്കി റബ്ബിനോട് തേടിയ ഒരു തേട്ടമാണ് ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഈ ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ ചാരത്ത് ഒരു തരത്തിലുമുള്ള കായികനികളുമില്ലാത്ത, കൃഷിയോ കായികനികളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് റബ്ബേ ഞാൻ എൻ്റെ സന്താനങ്ങളെ ഇതാ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. റബ്ബന ലിയുഖീമുസ് സ്വലാ, അല്ലാഹുവേ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണത്. അപ്പം ആ നാട് എന്താണ് എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. ഒരു നിലക്കുമുള്ള കായികനികളില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത ഒരു ഫലവർഗ്ഗങ്ങളും, ഈത്തപ്പഴം പോലെയുള്ളതൊഴികെ ബാക്കി ഫലവർഗ്ഗങ്ങളൊന്നും
നട്ടുപിടിപ്പിച്ച് വളർത്താൻ പറ്റാത്ത, കൃഷിയോഗ്യമല്ലാത്ത, കായ്കനികളില്ലാത്ത ഒരു പ്രദേശത്ത് റബ്ബേ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. അപ്പം നാടിൻ്റെ അവസ്ഥ എന്താണ് എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത്. ജനവാസമില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്തൊരു നാട്ടിൽ പടച്ചോനെ എൻ്റെ കുട്ടികൾ നിസ്കാരം നിലനിർത്തുന്നവരാകണം. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. പടച്ചോനെ എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലും എൻ്റെ മക്കളിലേക്ക്, അവർ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു ചായ്വ്, ഒരു അനുകമ്പ, ഒരു അടുപ്പം റബ്ബേ നീ ഉണ്ടാക്കി കൊടുക്കണേ. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. പടച്ചോനെ എല്ലാത്തരം കായ്കനികളിൽ നിന്നും എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ഇണക്ക് റബ്ബേ നീ ഉപജീവനം കൊടുക്കണേ. അതുവഴി നിന്നോട് അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് എന്താ? പടച്ചോനെ അവർക്ക് ഈ നാട്ടിലേക്ക് എല്ലാ തരത്തിലുമുള്ള കായ്കനികൾ എത്തുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കണേ. സഹോദരങ്ങളെ, കൃഷിയില്ലാത്ത, ജനവാസമില്ലാത്ത ഒരു സ്ഥലത്ത് തൻ്റെ മക്കളെ കൊണ്ടുപോയാക്കി, ഇണയെ കൊണ്ടുപോയാക്കി പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനെ ഇവരോടും ജനങ്ങളുടെ മനസ്സിൽ ഒരു അനുകമ്പ തോന്നി ഇങ്ങോട്ട് ആളുകൾക്ക് വരാനുള്ളൊരവസ്ഥ നീ ഉണ്ടാക്കി കൊടുക്കണം. ഉപജീവനമായി എല്ലാ കായ്കനികളെയും റബ്ബേ നീ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കണേ എന്ന്. സഹോദരങ്ങളെ, ഒരു സ്ഥലത്തേക്ക് ജനങ്ങളുടെ ആകർഷണം ഉണ്ടാകാൻ ഒന്നാമത് അവിടെ വേണ്ടത് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. നോക്കൂ നിങ്ങൾ, എത്ര അത്ഭുതകരമായിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് കൃഷിയോഗ്യമല്ലാത്ത, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത ആ നാട്ടിൽ ജനങ്ങളെ അവിടേക്ക് എത്തിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ഒരു വെള്ളം, സംസം, അല്ലാഹു അവിടെ ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല, മക്ക അന്ന് മാത്രമല്ല ഇന്നും കായ്കനികൾ വെച്ച് പിടിപ്പിക്കാൻ യോഗ്യമായൊരു മണ്ണല്ല. പക്ഷെ സഹോദരങ്ങളെ, ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി മക്കയിലെത്തിയ ഒരുപാട് ആൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അല്ലാഹു ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിലെത്താൻ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പഴമാണ്, ഏതു ഭക്ഷണമാണ്, ഏത് പഴവർഗമാണ് വിശുദ്ധമായ മക്കയിൽ മനുഷ്യർക്ക് ലഭിക്കാത്തത്? എല്ലാത്തരം കായ്കനികളും ലഭിക്കുന്ന ഒരു നാടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ മാറ്റി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന, അവർക്ക് നിർഭയത്വമായ ഒരു നാട് ഞാൻ ആക്കി കൊടുക്കുകയും യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ, എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മുടെ അടുത്തു നിന്നുള്ള ഒരു ഉപജീവനമെന്ന നിലക്ക് അവിടേക്ക് എത്തപ്പെടുകയും കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കിയില്ലേ? എല്ലാ നാട്ടിൽ നിന്നും പഴവർഗ്ഗങ്ങൾ എത്തുന്ന, മാത്രമല്ല മക്ക കൃഷിയോഗ്യമല്ല എങ്കിലും തൊട്ടടുത്ത് ത്വായിഫ് എല്ലാ കൃഷിക്കും യോഗ്യമായൊരു നാടല്ല ഉണ്ടാക്കി അവിടെ നിന്ന് എല്ലാ പഴവർഗ്ഗങ്ങളെയും എത്തിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരായത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 126 ആയത്താണ്. നേരത്തെ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം 37 28 57 മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിൽ 22 അധ്യായം സൂറത്തുൽ ബഖറയുടെ 126 ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥനയാണ്, വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. പടച്ചവനെ, ഈ നാട് നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. സഹോദരങ്ങളെ, ഇന്നും ലോകത്ത് ഏറ്റവും നിർഭയമായി ആളുകൾക്ക് കഴിഞ്ഞുകൂടാൻ കഴിയുന്ന ഒരു രാജ്യം അത് മക്കയാണ്. മാത്രവുമല്ല, നോക്കൂ നിങ്ങൾ, ലോകത്തെ എല്ലാ നാട്ടിൽ നിന്നും വിവിധ തരക്കാരും വിവിധ സ്വഭാവക്കാരും വ്യത്യസ്ത പദവികളിൽ കഴിയുന്നവരും വിവിധങ്ങളായ നേട്ടങ്ങളും കരസ്ഥമാക്കിയവരുമായ എത്ര ആളുകൾ അവിടെ വരുന്നു. പക്ഷെ ഒരു പ്രശ്നമില്ലാതെ, കലഹമില്ലാതെ, നിർഭയമായി, സ്വസ്ഥമായി ആളുകൾക്ക് ഇന്നും കഴിഞ്ഞുകൂടാൻ അവിടെ സാധിക്കുന്നു. ഈ 3 ആയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ, പ്രാർത്ഥനയെ അള്ളാഹു പരിഗണിച്ചതിൻ്റെ കഥയാണ് മക്ക നമ്മളോട് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അള്ളാഹു പരിഗണിച്ചു. ആ ജീവിക്കുന്ന കാലത്തു മാത്രമല്ല,
ഇന്നും അത്ഭുതമായി ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാവുന്ന രൂപത്തിലുള്ള ഒരു സ്വീകാര്യത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകി എന്നതാണ് മക്ക നമ്മളോട് പറയുന്നത്. സഹോദരങ്ങളെ, അത് അള്ളാന്റെ വാഗ്ദാനമാണ്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാനോട് ചോദിക്കാനും അള്ളാനോട് ബന്ധം സ്ഥാപിക്കാനും ആര് ശ്രമിക്കുന്നോ ഫഹുവ ഹസ്ബു, അല്ല മതി അവന് എന്നാണ്. മാത്രവുമല്ല, എന്തുകൊണ്ട് സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത കിട്ടി? എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിഗണിക്കപ്പെട്ടു? ഇന്നും ആ തേട്ടങ്ങളുടെ അനന്തരം അത്ഭുതമായി ലോകത്ത് നിലനിൽക്കുന്ന എന്തുകൊണ്ട്? ഇബ്രാഹിം നബിയുടെ ചില യോഗ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞു. അതിലൊന്ന്, കീഴൊതുങ്ങാൻ പറഞ്ഞു പടച്ചോന്റെ മുന്നിൽ. ജീവിതം അല്ലാഹ്ക്ക് കീഴൊതുങ്ങുന്ന ജീവിതമാക്കാൻ പറഞ്ഞു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം, താങ്കൾ അല്ലാഹ്ക്ക് കീഴൊതുങ്ങണം. അല്ലാഹ് പറഞ്ഞു, ഉടനെ ചിന്തിച്ചില്ല, ആലോചിച്ചില്ല. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ സർവ്വലോകങ്ങളുടെയും റബ്ബിന് ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. പടച്ചോന് ജീവിതത്തെ സമർപ്പിക്കാൻ, അള്ളാഹിന്റെ മുന്നിൽ കീഴൊതുങ്ങാൻ, പടച്ച റബ്ബ് തന്ന ജീവിതത്തെ അള്ളാഹ്ക്ക് കൊടുക്കാൻ മനസ്സു കാണിച്ചപ്പോ ഇബ്രാഹിം നബി തേടിയ തേട്ടം ഇന്നും നിലനിൽക്കുന്ന അത്ഭുതമായി മാറി. രണ്ടാമത്തത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സവിശേഷതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ കടമകളും പൂർത്തിയാക്കിയ പ്രവാചകനാണ്. എന്ത് പടച്ചോൻ ചെയ്യാൻ പറഞ്ഞോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട്, അത് മുഴുവനും വീഴ്ച വരുത്താതെ ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നത്, എന്തൊക്കെ നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് ഗുണം നമുക്കുണ്ടോ? പടച്ചവനോട് ചോദിക്കുന്നു നമ്മൾ, പക്ഷെ അള്ളാഹ് പറഞ്ഞ ഒരു ദീനാണോ നമ്മളുടെ അടുത്തുള്ളത്? പടച്ച റബ്ബിന് പൂർണ്ണമായി സ്വന്തത്തെ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വസ്ത്രം കൊണ്ട്, ഭക്ഷണം കൊണ്ട്, സംസാരം കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, ദാമ്പത്യം കൊണ്ട്, ജീവിതത്തിൻ്റെ രഹസ്യം കൊണ്ട്, പരസ്യം കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, വിശ്വാസം കൊണ്ട് പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴൊതുങ്ങി എന്ന് പറയുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടോ സഹോദരങ്ങളെ? എന്തെല്ലാം കൽപ്പനകൾ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മതമായി എന്നെയും നിങ്ങളും ഏൽപ്പിച്ചു തന്നു. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായി നിർവഹിക്കുന്ന കടമകൾ മനുഷ്യനെന്ന നിലക്ക് സ്വാഭാവിക വീഴ്ചകൾ ഉണ്ടാകും. അത് അല്ലാഹ് തന്നെ പറഞ്ഞതാണ്. നമ്മൾ ആരും മഅസൂമുകളല്ല. പക്ഷെ എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച കടമ നിർവഹിക്കണമെന്ന ഒരു ഉറച്ച ബോധ്യം ഉണ്ടോ സഹോദരങ്ങളെ? നമ്മൾ കൈ നീട്ടിയാലും പടച്ച റബ്ബ് നമ്മളെ പരിഗണിക്കും. മക്ക നമ്മെ പഠിപ്പിക്കാൻ 10,000 വർഷങ്ങൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തേടിയ ഒരു തേട്ടത്തിന് അല്ലാഹ് കൊടുത്ത ഉത്തരം ഇന്നും ലോകത്തിന്റെ മുന്നിൽ അത്ഭുതമായി നിൽക്കുന്നതിൻ്റെ കഥയാണ് മക്ക നമ്മളോട് പറയുന്നതെങ്കിൽ നാം തേടൂ പടച്ചവനോട്, അല്ലാഹ് പരിഗണിക്കും. പക്ഷേ അള്ളാഹിന്റെ മുന്നിൽ കീഴൊതുങ്ങണം. പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്ക്, വിധിവിലക്കുകൾക്ക് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ റബ്ബിന് ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം നടത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി കടമ പൂർത്തിയാക്കിയതുപോലെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ എന്തെല്ലാം രംഗത്ത് ബാധ്യതകൾ പടച്ചോ നമ്മളെ ഏൽപ്പിച്ചു. ആ ബാധ്യതകളൊക്കെ തന്നാൽ കഴിയും വിധം പടച്ച റബ്ബിൻ്റെ മുന്നിൽ നിർവഹിക്കാനുള്ളൊരു മനസ്സും സഹോദരങ്ങളെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ തേട്ടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും. പക്ഷേ ഇബ്രാഹിം നബിക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, ഞാൻ തേടിയ കിട്ടും. നമുക്ക് എത്ര ആൾക്ക് ആ ഉറച്ച ബോധ്യമുണ്ട്? തേടാൻ കൈ ഉയർത്തുമ്പോൾ തന്നെ മനസ്സ് നമ്മളോട് പറയും, ഇതൊക്കെ ചോദിച്ച് വാങ്ങാനുള്ള ഒരു അർഹത എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സെന്നെ നമ്മളോട് പറയുമ്പോൾ സഹോദരങ്ങളെ ആ പ്രാർത്ഥനയിൽ എത്ര ആത്മാർത്ഥത ഉണ്ടാവും. അതുകൊണ്ട് ആത്മാർത്ഥമായി തേടാൻ യോഗ്യരാവുക നമ്മൾ.
നമ്മുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചും അതിനെ ഉപയോഗപ്പെടുത്തിയുമാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോണത്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എങ്ങനെ നന്ദി കാണിക്കണം, നന്ദി കാണിക്കേണ്ട രൂപവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നന്ദി കാണിക്കാൻ പറഞ്ഞതിൽ ഒരു രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബിയെ, ധാരാളം ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ, അതോടൊപ്പം ഹൗദുൽ കൗസർ അടക്കമുള്ള നേട്ടങ്ങൾ റസൂലെ താങ്കൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഫസല്ലി ലി റബ്ബിക്. അതിനാൽ താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ നമസ്കരിക്കുക. വൻഹർ, ബലിയെറുക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബലിയെറുക്കണമെന്ന് പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സഹോദരങ്ങളെ, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നു. ആരോഗ്യമാകുന്ന, സമ്പത്താകുന്ന, വീടാകുന്ന, ഉപജീവനമാകുന്ന, ജോലിയാകുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങൾ. നന്ദി കാണിക്കലിൻ്റെ ഭാഗമാണ് നമ്മൾ ബലിയെറുക്കുക എന്നത്. മാത്രമല്ല, ബലിമൃഗമെന്നത് ഒരു മതചിഹ്നമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മതചിഹ്നങ്ങളെ ആദരിക്കൽ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബലിയെറുക്കുക എന്ന ആ ഒരു ഏറ്റവും പുണ്യകരമായ കർമ്മം, അതിന് ഇപ്പോൾ തന്നെ നിയ്യത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഏകദേശം ഒരു 8,000 രൂപയാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഒരു ഷെയർ, അതിലേറ്റ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ അറിയിക്കും. നമ്മളെല്ലാവരും ഒരു ഷെയറെങ്കിലും ചേരാൻ, ഒന്നിനെ അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ആ ദൗത്യം നിർവഹിക്കാൻ കഴിയണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ബലിയെറുക്കാനുള്ള സാഹചര്യവും അവസ്ഥയും എല്ലാം ഒരാൾക്കുണ്ടായിട്ട് അയാൾ ബലിയെറുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈദിൻ്റെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തീരുമാനിക്കുക. അതെല്ലാ കാലത്തും ചെയ്യുന്ന കുറച്ച് ആളുണ്ടാവും, അവരങ്ങനെ ചെയ്യുമെന്നതിൻ്റെ അപ്പുറത്ത് പടച്ച റബ്ബ് എനിക്ക് തന്ന ധാരാളം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലിൻ്റെ ഭാഗമായി എനിക്കും ഇൻഷാ അല്ലാഹ് എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഒരു 2 ഷെയർ ചേരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആ ഒരു കർമ്മത്തിൽ നമ്മളെല്ലാവരും ഭാഗമാകാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയും പരിശ്രമവും തീരുമാനവും ഉണ്ടാവുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ബഹുമാന്യനായ നമ്മുടെ ഈ പള്ളിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിലാൽ മുഹമ്മദ് കുഞ്ഞ് സാഹിബ്, അദ്ദേഹം ഒരു സർജറി കഴിഞ്ഞ് വീട്ടിൽ കിടപ്പിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തോടൊക്കെ ഏറെ ബന്ധമുള്ള ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ബഹുമാന്യനായ നമ്മുടെ NM മുഹമ്മദ് കുഞ്ഞ് സാഹിബ്, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ജുമുഅക്ക് വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് വീണ് ഒരല്പം പ്രയാസമായി വീട്ടിലാണ്. അള്ളാഹു അവരുടെ 2 പേരുടെയും രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ നമ്മോടൊപ്പം ഈ നന്മയിലൊക്കെ ഒത്തുചേരാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നന്മകളിലും മുന്നേറാനും എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് അർഹതയുള്ളവരായി അള്ളാഹു നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീൻ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഅ്ഇസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.